ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി മാനസ എന്തായാലും കൃഷ്ണനെ ചതിക്കുകയാണെന്നുള്ള വിവരം തന്നെ പറയാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തടസ്സം കാരണം തനിക്കത് പറയാനും സാധിക്കുന്നില്ല. അപ്പോൾ കൃഷ് പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൺമണി പറയുന്നുണ്ട് കേട്ടോ. സാറിന് പറ്റിയ ഒരാളാണോ മാനസ മേഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട്, മാനസ എനിക്ക് ഒട്ടും തന്നെ ചേരാത്തവളാണ്. കൺമണി കാരണമാണ് എൻ്റെ ജീവിതം തകർത്തത് എന്നൊക്കെ പറയുമ്പോൾ കൺമണിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ. കാരണം അന്നൊക്കെ സാർ എന്നോട് ഒരുപാട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുമായിരുന്നല്ലോ, എന്നെ വെറുപ്പായിരുന്നല്ലോ. അപ്പോൾ ഞാനും മാനസ മേഡത്തെ സാർ തന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എന്ന് പറയുന്നു. അത് കാരണം എൻ്റെ ജീവിതം തന്നെ തകർന്നു കൺമണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. കൺമണിക്ക് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ഇത് എൻ്റെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ച് കൺമണി ഒരിക്കലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ പറഞ്ഞേക്കും. വിഷമത്തോടെ കൺമണി അവിടെ നിന്ന് തിരിച്ചു പോവാട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ ബലരാമൻ്റെ അമ്മയാണ് കാണിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, നമുക്ക് ആ കൺമണിയെ തീർത്ത് കളയണം. എത്രയും പെട്ടെന്ന് തന്നെ അവളെ അരികയിൽ നിന്ന് തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് BR ഡിസൈൻസിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ കുറച്ച് കാര്യങ്ങൾ മര്യാദ പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ശരി അമ്മേ, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത്. എന്തായാലും കൺമണിയാണ് എൻ്റെ അടുത്ത ടാർഗറ്റ്, അവളെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ ബലരാമൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ബലരാമൻ്റെ അടുത്ത നീക്കം കൺമണിയുടെ നേർക്ക് തന്നെയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു പ്രമോ വിശേഷം കഴിയുന്നത്.